ആൾ വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്ന് അത്ര വലിയ വീഡിയോ എടുക്കാനുള്ളൊരു മൂഡിലൊന്നുമല്ല. ഇന്നലെ നല്ല മൂഡുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അത്രയും മൂഡില്ല. എന്നാലും വെറുതെ ജീവിതത്തിലെ സമയം വേസ്റ്റ് ചെയ്യണ്ടെന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അലോട്ട്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ്, ഈ കാര്യങ്ങളുടെയൊക്കെ വീഡിയോ ചെയ്യാനാണ്. എൻ്റെ മുഖത്ത് അത്രയും തന്നെ ഒരു പ്രസന്നത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ? ബിക്കോസ് എന്താണെന്നറിയില്ല, ഇന്ന് എനിക്ക് മൊത്തത്തിൽ ഇങ്ങനൊരു മൂഡാണ്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ്, എന്താണ് എനിക്കൊന്നും മനസ്സിലാവും, വാട്ട് ഹാപ്പൻഡ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ നല്ല മൂഡ് ഔട്ടാണ്, നല്ല ബ്ലാങ്കാണ് ഞാൻ. ഇന്നലെ ഞാൻ നല്ല സ്ട്രിക്റ്റ് മൂഡിലായിരുന്നു, ലൈക്ക് നല്ലൊരു ഹാപ്പി വൈബിലായിരുന്നു, വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ള നല്ലൊരു മെൻറ്റാലിറ്റിയിലായിരുന്നു. പക്ഷേങ്കിൽ ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് അത്രയും തന്നെ ഒരു ഗുഡ് മൂഡൊന്നും കിട്ടുന്നില്ല. ഐ ഡോണ്ട് നോ വൈ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് എൻ്റെ കറക്റ്റ് അപ്പോൾ ഉണ്ടായിരുന്നൊരു ഫീലിങ്സ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് കിട്ടും എന്ന് എനിക്കറിയില്ല. പക്ഷേ ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ഷെയർ എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പറഞ്ഞു വന്നത്, ഡേറ്റ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഞാൻ നോക്കട്ടെ. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂലൈ ഇപ്പോൾ എനിക്ക് നല്ല മൂഡ് വന്നു കേട്ടോ. കാരണം നമുക്ക് ചില ആളുകളുടെ പ്രസൻസ് മതിയാവും നമ്മളെ മൂഡ് മൊത്തത്തിൽ മാറ്റാൻ. അപ്പോൾ എനിക്ക് പിന്നെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചു ആൻഡ് ഐ വാസ് വെരി ഹാപ്പി. ഞങ്ങൾ രണ്ടാളും കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു, റീൽസൊക്കെ ഷെയർ ചെയ്ത്, അങ്ങനെ ഞങ്ങൾ നല്ലൊരു കോൺവെർസേഷൻ ഉണ്ടായി. അപ്പോൾ ചില ആൾക്കാരുടെ ചില പ്രസൻസ് വരെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി തരും എന്നുള്ളതൊരു ബെസ്റ്റ് എക്സാമ്പിളാണിത്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. അത് തന്നെ നല്ലപോലെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഞാൻ സത്യം പറഞ്ഞാൽ ഡേറ്റ് നോക്കാനേ പറഞ്ഞാണ് പോയത്. പക്ഷേ ഞാൻ റീൽസൊക്കെ കണ്ടിരുന്ന് ഇൻസ്റ്റയിൽ ആ ഫ്രണ്ട് മെസ്സേജ് ആക്കുകയും കൂടി ചെയ്തപ്പോൾ മൂഡ് മൊത്തത്തിൽ മാറി. അതാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ ജൂലൈ 10-ാം തീയതി, ഡേറ്റ് ജൂലൈ 10-ാം തീയതിയാണ് ഞങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വന്നത്. ഞാനും മിന്നു, അലയാക്ക, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മഞ്ചേരി ഫർസയിൽ പോയി ഡിന്നർ കഴിക്കാൻ പോകാമെന്ന് പ്ലാൻ ചെയ്ത ദിവസമായിരുന്നു. എന്നാൽ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി മാറ്റാൻ നിൽക്കുന്ന ടൈമിൽ ആണ് എൻ്റെ ഫ്രണ്ട് നേഹ എനിക്ക് വിളിക്കണത്. നേഹ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ദിൽഷ റാങ്ക് ലിസ്റ്റ് വന്നു, ഈ നോക്കിയാറാണ്. ഓൾക്ക് പേടിയാവാണ് ഓളത് നോക്കാൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ഓളത് എന്തോ 400 സംതിങ് എന്തോ ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാനാണെങ്കിൽ ഓ മൈ ഗോഡ്, ഇത്രയും കാലം നമ്മൾ ക്ലാസ്സിന് ഓരോ ദിവസം പോയി വരുമ്പോഴും മനസ്സിൽ ഫുള്ള് റാങ്ക് ലിസ്റ്റ് ഒന്ന് വന്നിരുന്നെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റിയാണ്. കാരണം അതിന് വേണ്ടി കാത്തിരുന്ന നിമിഷമാണ് ഇപ്പോൾ വന്നത് കയ്യിൽ. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ചെയ്യുന്നു, കാരണം ഇനി നോക്കണോ, പേടിയാവുക, അങ്ങനെയൊക്കെ ആയിട്ട്. എന്നിട്ട് ഞാൻ നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ വളരെ സർപ്രൈസിംഗ്ലി എനിക്ക് കിട്ടിയ റാങ്കിൽ ഞാൻ നല്ല സാറ്റിസ്ഫൈഡായി. കാരണം എനിക്ക് ഇതാണ് എൻ്റെ ഞാൻ നോക്കുമ്പോൾ കിട്ടിയ എൻ്റെ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതാണ് എനിക്ക് കിട്ടിയ റാങ്ക്. അതെ, ഞാൻ ഓൾ കേരള 214 ആണ് എൻ്റെ റാങ്ക്. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പി ആയിട്ടു. കാരണം ഞാൻ ഒരു ക്രാഷിനൊക്കെ പോയി കുറച്ച് അത്യാവശ്യം നല്ല മാർക്ക്, കുറച്ചും കൂടി നല്ല മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് +2 മാർക്കും കൂടി ഉണ്ടായിരുന്നു, നല്ല റാങ്ക് കയറിയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും എനിക്ക് കിട്ടിയ മാർക്കിൽ തന്നെ എനിക്ക് അത്യാവശ്യം നല്ലോണം സ്കോർ ചെയ്ത് നല്ല റാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നല്ല റാങ്ക് കിട്ടി. എനിക്ക് ഒരു ഹോപ്പ് അങ്ങനെ, പക്ഷെ എനിക്കൊരു പേടി. കാരണം ഇത്രയും സീറ്റൊന്നും കേരളത്തിലില്ല ഗവൺമെൻറ്റിൽ. പിന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ആദ്യത്തെ കുറച്ച് റാങ്കൊക്കെ ഇങ്ങനെ ജെയ്ക്ക് പോയ കുട്ടികളുണ്ടാവും, അപ്പോൾ കിട്ടുന്നതിനും. പക്ഷെ ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് ജെയ്ക്ക് പോയ കുട്ടികൾ വളരെ കുറവാണെന്നുള്ളത്. അങ്ങനെ ഞാനിങ്ങനെ പ്രതീക്ഷയുടെ പിറ്റേ ദിവസം ക്ലാസ്സിന് പോവാണ്. അപ്പോഴാണ് ഞങ്ങളവിടുത്തെ മിസ്സ് ആതിര മാം പറഞ്ഞു, ഒരു 250 വരെയുള്ള കുട്ടികൾക്കൊക്കെ എന്തായാലും ഗവൺമെൻറ്റിൽ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലുള്ള അട്ട പൊട്ടി. ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ പിറ്റത്തെ ദിവസം മുതൽ ക്ലാസ് നിർത്തി. കാരണം ഞാനിതിനൊരു വീഡിയോ ആഡ് ചെയ്യാം. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഹൗ മച്ച് എൻ്റെ അറ്റൻഷൻ പോയി എന്നുള്ളത്. കാരണം എനിക്ക് റാങ്ക് കിട്ടി, എനിക്ക് കോളേജ് കിട്ടുന്ന ഉറപ്പായി. ഇനിയിപ്പോൾ ഇതൊന്നും എനിക്കുള്ളതല്ല, പ്രത്യേകിച്ച് എനിക്കുള്ളതേ ഇല്ല, മാത്സ്. അപ്പം ഞാനെന്തിനാപ്പോൾ ഇതൊക്കെ പഠിക്കുന്നതെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ എനിക്ക് ക്ലാസ്സൊന്നും വേണ്ട. ഞാൻ ആ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാം. ഡിഫറൻസ് ബിറ്റ്വീൻ വേണം വെച്ചുള്ള എഴുതിയ നോട്ടും വേണ്ട എന്നുള്ള എഴുതിയ നോട്ടും. ദിസ് ഈസ് വാട്ട് ഈ വേണമെന്ന് വിചാരിച്ച് എഴുതുന്ന നോട്ട് ലുക്സ് ലൈക്ക്. ആൻഡ് നൗ ഈസ് ദ ടേൺ ടു വിറ്റ്നസ് the best part of our video. Come on, let's see. ഇനി നമുക്ക് എന്താ പറയുക, മൂഡില്ലാതെ എഴുതിയ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് എഴുതിയ ക്ലാസ്സിൻ്റെ നോട്ട് കാണാം. റെഡി? 3, 2, 1 ഗോ. നിങ്ങൾ ആരും ഞെട്ടരുത്,
ഇതാണ് ഇതിൻ്റെ ഒരു രസം എന്ന് നമ്മൾ വിചാരിക്കും. അതെ, ഇതൊക്കെ എനിക്ക് വായിക്കാൻ കിട്ടും. ബിക്കോസ് ഐ എം സൂപ്പർ. വി നോ നമ്മൾ എന്താ എഴുതിയതെന്ന് നമുക്കറിയാലോ. അതുതന്നെയാണ് വെരി വെരി ഡിഫറൻസ്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ വെറുതെയാണ് ക്ലാസ്സിന് പോകുന്നതെന്ന് മനസ്സിലാക്കി ഞാൻ ക്ലാസ് നിർത്തുകയാണ് ചെയ്തത്. എന്നിട്ട് എന്തിൻ്റെ കോൺഫിഡൻസിലാണ് ഞാൻ നിർത്തിയത് എന്നൊന്നും എനിക്കറിയില്ല. കാരണം എനിക്ക് കോളേജ് കിട്ടുമോ ഇല്ലേ എന്നുള്ളതൊന്നും യാതൊരു ഗ്യാരണ്ടിയും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിർത്തി. അങ്ങനെയായിരുന്നു. എനിക്ക് മടിയായി. അസൈൻമെൻറ്റ് ചെയ്യണം, അതിനൊക്കെ ഓരോ ബുക്ക്, ആർക്ക് അവയർനെസ്സിനൊരു അസൈൻമെൻറ്റ് ബുക്ക്, അതിനൊരു ബുക്ക്, ഇതിനൊരു ബുക്ക് എന്ന് പറഞ്ഞിട്ട് എന്നും ചിലവ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, പോയി വരാനെന്നും 60 രൂപ ചിലവ്, ഇത് വെറും ചിലവ് മാത്രമുള്ളല്ലോ. ഇത്രയും മൂടില്ലാതെ ഞാനിപ്പോൾ ഡെയിലി ക്ലാസ്സിന് പോയി വന്നിട്ട് എനിക്ക് വല്ല കാര്യം ഉണ്ടാവുമോ? ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ പിറ്റേ ദിവസം എനിക്ക് പോവാനേ വയ്യ. അന്ന് വൈകുന്നേരം ഞാനിവിടെ വരുമ്പോൾ ഇമ്മമ്മയും കുട്ടിയുമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മുട്ട ബജിയും ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ എന്തായാലും ഇനി നാളെ ക്ലാസ്സിന് പോയില്ല, നമുക്ക് റീഫണ്ടൊക്കെ വാങ്ങിയിട്ട് കോളേജിൽ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് എൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന ദിവസം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അന്ന് ഫുഡ് കഴിക്കാൻ പോയതും ആ നൈറ്റും അതൊരു വെള്ളിയാഴ്ച ആയിരുന്നു. ആൻഡ് ശനി ഞായറും എല്ലാം എനിക്കിങ്ങനെ പോസിറ്റീവ് എനർജി നിറഞ്ഞ് നിൽക്കുമായിരുന്നു. ബിക്കോസ് അത്രയും പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പോസിറ്റിവിറ്റി ആയിരുന്നു. ഞാൻ തന്നെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്ത, അല്ലെങ്കിൽ അത്രയും ഇഷ്ടപ്പെട്ടൊരു അടിപൊളിയായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. എന്നിട്ട് എനിക്കതൊന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് എൻ്റെ ഒരു വിഷമം. ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോഴും അത് എത്രത്തോളം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ലല്ലോ. എന്തായാലും ഇനി ഞാൻ എൻ്റെ അലോട്ട്മെൻറ്റ് വിശേഷം കൂടി അടുത്ത വീഡിയോയിൽ പറയാം. ഇതന്നെ ഒത്തിരി ലോങ് ആയില്ലേ വീഡിയോ. എൻ്റെ ഈ ചക്ക മുഖം ഇങ്ങനെ കണ്ടിരിക്കുക എന്നല്ലാതെ എന്തെങ്കിലും ഇതിലുണ്ടോ? ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ചണ്ടിയും ചവറെങ്കിലും ഉണ്ട്, അതെങ്കിലും നിങ്ങൾ കണ്ടോളൂ. ക്യാമറയ്ക്ക് നോക്കണേ ഇല്ലല്ലോ. എന്തൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോ നല്ല കോമഡി കാണാനായിട്ട്.